അധികാരത്തിലിരുന്ന 10 വർഷങ്ങളിൽ മതിച്ച് തിമിർത്ത് പൊളിച്ച് ദുർമേധസ് പിടിച്ച് നടന്നവന്മാർക്ക് ഒരു ദിവസം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിൻ്റെ അനുരണനമാണ് ഇന്ന് ഈ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ. പക്ഷേ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ലുട്ടാപ്പിമാർ ചൂട് ചോറ് വാരിക്കുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായി മാറാതിരിക്കുക. നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മാത്രം. നേതാക്കന്മാരുടെ മക്കളൊന്നും ഈ ഭാഗത്ത് വരില്ല. അവരൊക്കെ ഉന്നതമായ സ്കൂളുകളിൽ പഠിച്ച് ഏറ്റവും മികച്ച ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വ്യവസായം നടത്തുന്നു. കാരണഭൂതത്തിൻ്റെ പേരക്കുട്ടി ഏറ്റവും മികച്ച CBSE സ്കൂളിൽ പഠിക്കുന്നു. മുൻ മന്ത്രി രാജീവൻ്റെ മക്കൾ ഏറ്റവും മികച്ച CBSE സ്കൂളുകളിൽ, അതും ലക്ഷങ്ങൾ ഫീസുള്ള സ്കൂളുകളിൽ. ഭൂതത്തിൻ്റെ മകൾ പഠിച്ചത് കോയമ്പത്തൂരിൽ, ഇനി മകൻ ലണ്ടനിൽ പഠിച്ചു. മുൻ മന്ത്രി വാലൻ്റെ മകൻ നെതർലാൻഡ്സിൽ. ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾ ഫ്രാൻസിലും UK യിലുമായിട്ട് താമസിക്കുന്നു. കയറുപരി ശാസ്ത്രജ്ഞൻ ഐസക്കിൻ്റെ മക്കൾ അമേരിക്കയിൽ. കേരളത്തിലെ പാവപ്പെട്ട അന്തം കമ്മി കുട്ടിക്കുരങ്ങന്മാർ തല്ലാനും കൊല്ലാനും പോസ്റ്റർ ഒട്ടിക്കാനും ജാഥയ്ക്ക് നീളം കൂട്ടാനും പോലീസിൻ്റെ തല്ലും വാങ്ങി ജീവിതം നരകിച്ചു തീർക്കാനും പിന്നെയും ബാക്കി. തലയിൽ അല്പമെങ്കിലും മൂള ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചറിയുക, യവന്മാരെ തിരസ്കരിക്കുക.